നന്മ 24 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഒരു സാമൂഹ്യ സേവന രംഗത്ത് ഇന്റർനാഷണൽ സംഘടന രൂപം കൊണ്ടു, യങ് മൈൻഡ് ഇന്റർനാഷണൽ. കഴിഞ്ഞ ദിവസം ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങ് നടന്നത്. മനസ്സിൽ യുവത്വമുള്ളവരാണ് യങ് പീപ്പിൾ, റൈറ്റ്? And another explanation which gives is having the appearance, freshness, vigor or other qualities of youth. Endani other qualities of youth? Excitement, energy, enthusiasm, youthfulness, proactiveness, aggressiveness. That is the quality of a youth. And you will be surprised that nowhere you will see a definition which says people in the age group of this and this are youth. No. Youth are those, or young are those who have youthfulness in their mind. യുവത്വം മനസ്സിലുള്ളവരാണ് യുവാക്കൾ. Rarely you get an opportunity where the organizers arrange extra chairs more than what they've anticipated. For us, even though still people are coming, the number of chairs which they have already put it here was already full, and I am seeing they are actually bringing more chairs. And I think it is really worth each and every one of you to just turn your head back and see the number of young minds behind you. It's really a proud moment. We are making history. Yes, friends, we are making history. ഏതായാലും ഈ ഒരു സംഘടനയുടെ ഭാരവാഹികൾ നമ്മുടെ കൂടെ ചേരുകയാണ്. നമുക്കറിയാം ഒരുപാട് സംഘടനകളുണ്ട്. നമുക്ക് തീർച്ചയായും ഇങ്ങനെ ഈ ഒരു രംഗങ്ങളിൽ സംഘടനകൾ മുന്നിട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരുപാട് ആളുകളുടെ സേവനം നമുക്ക് പൊതുജനങ്ങൾക്ക് കിട്ടുകയാണ്. ഏതായാലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇത് എന്തൊക്കെയാണ്, എന്താണ് ഈ ഒരു സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിക്കും. ഏതായാലും നല്ലൊരു തുടക്കമാണ് എന്ന്. അപ്പം എന്താണ് ഈ സംഘടനയുടെ ലക്ഷ്യം, എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സംഘടനയെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു ഇന്റർനാഷണൽ സംഘടനയായിട്ടാണ് ഞങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഇന്ത്യയിൽ ഈ സംഘടന ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ്. ഇതിൽ ഞങ്ങൾ സാധാരണക്കാരായ ആൾക്കാർ, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സ്റ്റേറ്റുകളിലുള്ളവർ, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ, അതായത് പ്രായമൊക്കെ ആയെങ്കിലും ഞങ്ങളുടെ മനസ്സ് ചെറുപ്പമാണ് എന്നുള്ള രീതിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് ഞങ്ങളുടെ പ്രവർത്തന ഉദ്ദേശം. കമ്മ്യൂണിറ്റി സർവീസ് ഞങ്ങൾക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫെലോഷിപ്പ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, ആളുകൾ തമ്മിലും ഔട്ട്സൈഡായിട്ടും അങ്ങനെ ഒരു നല്ല സംഘടനയായിട്ട് ഇത് ക്ലബ്ബുകളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് ഓരോ ക്ലബ്ബുകളും ഈ ഉദ്ദേശങ്ങളോട് പ്രവർത്തിച്ച് അത് ഇൻ്റർനാഷണൽ തലത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് സിംഗപ്പൂരിൽ നിന്നും കൊറിയയിൽ നിന്നുമൊക്കെ സപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇതുപോലെ തുടങ്ങാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ലോഞ്ചിങ് ആണ് ഇന്ന് സാമൂഹിക പറയുന്നത്. ശരി, ഏതായാലും ഞാനിവിടെ വന്നപ്പോൾ കണ്ടത് പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആളുകൾ, വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളൊക്കെ ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ തീർച്ചയായും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും അല്ലേ സാർ? എന്ത് പറയുന്നു? Have involvement in actually social service movements for the last 43 years. He is about 50 years, he is about 45 years. And we thought a new movement with the young spirit, the youngster spirit. So we are all above 70, even then young minds should work towards the betterment of the people who need support. Yes, sir. And that is through service. That is why we have put this impact lives through service is our theme. And in this, behind this, we have the importance given to health, education, environment, and all these are even shelter for the people who requires. And we are going to mobilize funds. And the members we are including, we are inviting a lot of members to our movement, and we are inviting corporate houses to get involved with the clubs. So we will be doing projects based on the requirement in that particular community, in that particular area. That is where we want to really explore it.
ശരി. പിന്നെ ഇപ്പം നമ്മൾ ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സംഘടനയുടെ പ്രത്യേകിച്ച് സാറിനെ പോലെയുള്ള ഈ കാണുമ്പോൾ അറിയാം വിവിധ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചുള്ള എക്സ്പീരിയൻസ്. അപ്പം നിങ്ങളുടെ ഈ ഒരു സംഘടനയോടൊപ്പം കൈകോർക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടത്? See, now when we announced it, we announced it about a month ago. And we have more than about 1,500 people contacting us to join this movement. And all these people who have come here today are the representatives of them. And we plan to start about 100 to 125 clubs today. ഓ, അത് ശരി. And within about 3-4 months time, it will be about 250 with about 3,000 to 3,500 members. And that is already achieved, that we have to go. And along with this, we have clubs already started in Australia and in UK and all these places. We have reached people. We are getting more members from the international side across about 5 countries minimum immediately, and it will be starting within about 3 or 4 months, and we are going to have an international convention being organized here in India. It will be most probably in Bangalore or in Goa. Okay. We are going to have an international convention. ഓക്കെ. ഏതായാലും ഈ ഒരു സംഘടനയ്ക്ക് ഒരുപാട് നമ്മുടെ സമൂഹത്തിന് ഒരുപാട് നന്മ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ. ഞാൻ സന്തോഷ് ജോർജ്, കാക്കനാട് ആണ് എൻ്റെ സ്വദേശം. ഞാനിവിടെ ഇതിനു മുമ്പ് അനേകം സാമൂഹ്യ സേവന സന്നദ്ധ സംഘടനകളിൽ ഒക്കെ പ്രവർത്തിക്കാനിടയായിട്ടുണ്ട്. ഞാൻ 2021-22 വർഷക്കാലം വൈസ്മൻ പ്രസ്ഥാനത്തിൻ്റെ റീജിയണൽ ഡയറക്ടറായിട്ട് വരെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആ പ്രസ്ഥാനത്തുകളിൽ പ്രവർത്തിച്ചപ്പോൾ ഇതിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കുകയും നമുക്ക് കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന, സാധാരണക്കാർക്ക് പ്രയോജനം കിട്ടുന്ന ഒരു സംഘടനയിലേക്ക് മാറി പ്രവർത്തിക്കണമെന്നും ചിന്തിക്കാനുണ്ടായ കാരണം, യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ എന്ന ഒരു ഓർഗനൈസേഷൻ എന്നെ സമീപിച്ചപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ട് നമുക്ക് നാട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ എന്ന ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ ഇന്റർനാഷണൽ സംഘടനയിൽ അംഗത്വം ചേരാനായിട്ട് ഇടയായത്. ഈ സംഘടനയുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായ ഒരു ഡ്യൂസോടുകൂടി ഒരു ഫാമിലിക്ക് ഒരു വർഷം 1000 രൂപ രജിസ്ട്രേഷൻ ചാർജോടുകൂടി നമ്മൾ ഇതിലെ മെമ്പേഴ്സിനെ എടുക്കുന്നു. ഇപ്പോൾ ഏകദേശം നമ്മുടെ കീഴിൽ 250-ൽ പരം ക്ലബ്ബുകൾ ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഇന്നിവിടെ കൂടുന്ന ഈ മീറ്റിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്റർനാഷണൽ കൺവെൻഷൻ അടുത്ത സെപ്റ്റംബറോടുകൂടി ബാംഗ്ലൂരിൽ വെച്ച് നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ഇന്ന് ഇവിടെ ചേർന്നിരിക്കുന്ന ഇതിൽ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, കോയമ്പത്തൂർ, ഊട്ടി, അതുപോലെ കേരളത്തിൻ്റെ കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ 100 കണക്കിന് മെമ്പേഴ്സാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ സംഘടനയുടെ ഔദ്യോഗികമായിട്ട് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മുടെ പാസ്റ്റ് ലീഡേഴ്സ്, അതായത് വ്യക്തിമുദ്ര, ഇന്റർനാഷണൽ തലത്തിൽ തന്നെ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ജേക്കബ് സാറ്, അതുപോലെ ഐസക് സാറ്, ഡോക്ടർ KC സാമുവല് എന്നിവരുടെ നേതൃത്വത്തിൽ നമ്മൾ ഇന്ന് ഈ പ്രസ്ഥാനം ഇവിടെ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നാൾക്കുനാള് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഒരു പ്രത്യേക ചാരിതാർത്ഥ്യം നൽകുന്നു. ഇവിടെ ഈ മെമ്പേഴ്സായിട്ട് വരുന്ന ഓരോ വ്യക്തികൾക്കും അവർക്ക് ഏറ്റവും അടുത്ത ദിവസം തന്നെ
ഈ പ്രസ്ഥാനത്തിൽ ചേർന്നത് വളരെ നല്ല ഒരു കാര്യമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. യുവത്വം സൂക്ഷിക്കുന്ന ഒരുപറ്റം ആൾക്കാരുടെ ഒരു സംഘടനയാണ് യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ. സാമൂഹ്യ സേവനത്തിനും നല്ല നല്ല കുടുംബ കൂട്ടായ്മകൾക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അശരണരും ആലംബഹീനരുമായ അനേകായിരങ്ങളുടെ അന്ധകാരത്തിൽ ചെറിയൊരു കൈത്തിരിയായി പ്രകാശിക്കുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം. അതോടൊപ്പം തന്നെ നല്ല കുടുംബ കൂട്ടായ്മകൾ വളർത്തിയെടുക്കുക, സ്ത്രീകൾക്കും കുട്ടികൾക്കും യുവാക്കൾക്കും എല്ലാം വളർന്നു വരാനുള്ള നിരവധി വേദികൾ ഉണ്ടാക്കി കൊടുക്കുക, നേതൃത്വ പരിശീലനപരമായ കാര്യങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് നല്ല നല്ല നേതാക്കളെ സമൂഹത്തിനും രാഷ്ട്രത്തിനും സംഭാവന ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പ്രഥമമായ ലക്ഷ്യം. ഇന്ന് ലോകത്ത് പല തരത്തിലുള്ള സംഘടനകൾ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് രൂപം കൊള്ളുന്ന ഒരു അന്താരാഷ്ട്ര സാമൂഹ്യ സന്നദ്ധ സേവന സംഘടനയാണ് യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ. തുടക്കം ആയിട്ടുള്ളൂ. നിരവധി മേഖലകളിൽ പ്രാഗൽഭ്യം ശ്രദ്ധിച്ച നിരവധി നേതാക്കളുടെ കൂട്ടായ്മ കൂടിയാണ് ഈ സംഘടന. മറ്റ് പല സംഘടനകളിലും പ്രവർത്തിച്ചിട്ടുള്ള പാരമ്പര്യവും പരിശീലനവും കൊണ്ട് അവരുടെ എല്ലാം കഴിവുകൾ കൂടി ഊറ്റിയെടുത്തുകൊണ്ടുള്ള ഒരു സംരംഭമാണ് യങ് മൈൻഡ്സ് ഇന്റർനാഷണലിൻ്റെ പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുക്കുന്നത്. ലോകത്തെമ്പാടും പടർന്ന് പന്തലിച്ച് മറ്റു മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിൽ സർവീസിലൂടെ, അതായത് മറ്റുള്ളവരുടെ പാവപ്പെട്ടവരുടെയും നമ്മുടെ ഹെൽപ്പ് ആവശ്യമുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് അത് ചെയ്യാനുള്ള ഒരുപക്ഷം നല്ല ആൾക്കാരുടെ ഒരു കൂട്ടായ്മ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മനസ്സിൽ യുവത്വം സൂക്ഷിക്കുന്ന, യുവത്വത്തിൻ്റെ എല്ലാ പ്രസരിപ്പോടും കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം നല്ല ആൾക്കാരുടെ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഇതിലെ അംഗങ്ങൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ഫെലോഷിപ്പും വളർത്തിയെടുക്കുക. അതുകൂടാതെ തന്നെ നമുക്ക് പറ്റുന്നിടത്തോളം മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ സമൂഹത്തിലുള്ള പാവപ്പെട്ടവരും വയ്യാത്തവരുമായ നമ്മുടെ സഹായം ആഗ്രഹിക്കുന്ന അല്ലെ ആവശ്യമുള്ള ധാരാളം ആൾക്കാരുണ്ട്. അവരുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റമെങ്കിലും വരുത്താൻ പറ്റിയാൽ അത് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നാളത്തേക്കായി നല്ല ഒരു ലോകത്തിന് വേണ്ടി നല്ല കുറച്ച് നേതാക്കളെ തിരഞ്ഞെടുക്കുക. അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, അതാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, സർവീസ് ആൻഡ് ലീഡർഷിപ്പ്. ഈ മൂന്ന് കാര്യത്തിൽ ഊന്നിയായിരിക്കും നമ്മളുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുക. പല ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മൾ വ്യക്തമായ ഒരു ഡിഫറൻസിയേഷനോട് കൂടി, അതായത് ഒരു 7 കീ ഡിഫറൻഷിയേറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്താണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഒന്ന്, ഇത് നല്ലൊരു ട്രാൻസ്പെറൻസിയിൽ ഊന്നിയുള്ള ഒരു ഓപ്പൺനെസ്. അതാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ മെമ്പേഴ്സിൻ്റെ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരികയാണ്. 2 എന്ന് പറയുന്നത് ഒരു സെർവൻ്റൽ ലീഡർഷിപ്പ്. അതായത് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു അവസരമാണ്, അല്ലാതെ അധികാരത്തിനുള്ള ഒരു ആയുധമല്ല എന്ന മനോഭാവത്തോടു കൂടി ആണ് നമ്മൾ മുമ്പോട്ട് പോവുക. 3 എന്ന് പറയുന്നത് ഇത് നമ്മുടെ മെമ്പേഴ്സിൽ നിന്ന് വളരെ ചെറിയ സബ്സ്ക്രിപ്ഷൻ കളക്ട് ചെയ്തുകൊണ്ട് ആ കളക്ട് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ഓർഗനൈസേഷന് വേണ്ടിയിട്ടല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഒരു കാഴ്ചപ്പാട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഫ്രൂഗൽ ഇൻ ഓർഗനൈസേഷണൽ മെയിൻ്റനൻസ് ആൻഡ് ലക്ഷൂറിയസ് ഇൻ ഹെൽപ്പിംഗ് ദി പൂർ ആൻഡ് ദ നീഡി. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഫാമിലി സെൻട്രിക് ആയിട്ട് കുടുംബങ്ങളെ ആധാരമാക്കിയിട്ടുള്ള ഫാമിലി സെൻട്രിക് വാല്യൂസ് മുമ്പോട്ട് വെച്ചുകൊണ്ടായിരിക്കും നമ്മളിത് മുമ്പോട്ട് പോവുക. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സെർവൻ്റൽ ലീഡർഷിപ്പിൻ്റെ പാർട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരാൾ ഒരു പൊസിഷനിൽ 2 വർഷത്തിൽ കൂടുതൽ തുടരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പല നല്ല ഡിഫറൻഷിയേറ്റേഴ്സും ഇന്ന് നിലവിലുള്ള മറ്റ് പല ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യസ്തതയോടുകൂടി വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ്. അതും ഹൃദയത്തിൽ യുവത്വം സൂക്ഷിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മ, ഒരു നല്ല നാളേക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിൽ, നല്ല രീതിയിൽ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു നാളെ കെട്ടിപ്പടുക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇന്നിവിടെ നടക്കുന്നത്.